കോഴിക്കോട് ഡിഎംഒ സ്ഥാനത്ത് മുൻ ഡിഎംഒ ഡോക്ടർ രാജേന്ദ്രനെ തുടരാമെന്ന് ഹൈക്കോടതി. 1 മാസത്തേക്ക് തൽസ്ഥിതി തുടരാനാണ് നിർദ്ദേശം. ജനുവരി 9 കേസ് വീണ്ടും പരിഗണിക്കും. ടെലിഫോൺ ലൈനിൽ രേഷ്മ ബാബു തുടരുന്നുണ്ട്. രേഷ്മ, വിവരങ്ങൾ. കോഴിക്കോട് ഡിഎംഒ ആയിട്ട് ഡോക്ടർ രാജേന്ദ്രനെ തുടരാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഡിസംബർ 9 സ്ഥലംമാറ്റ ഉത്തരവുണ്ടായിരുന്നു. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തതാണ്. അതിന്റെ തൽസ്ഥിതി 1 മാസത്തേക്ക് തുടരാനായിട്ടാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. രാജേന്ദ്രൻ, അതോടൊപ്പം തന്നെ ഡോക്ടർ പീയൂഷ് ഉൾപ്പെടെയുള്ള 3 പേരാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇടപെടൽ ആവശ്യപ്പെട്ടത്. താൽക്കാലിക അനുമതിയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കോഴിക്കോട് ഡിഎംഒ സ്ഥാനത്ത് ഒരു കസേരകളി നിലനിന്ന സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ വാർത്തയാവുകയും കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മറ്റൊരു ഉത്തരവ് ഇറക്കിക്കൊണ്ട് ആശാദേവിയെ കോഴിക്കോട് ഡിഎംഒ ആയിട്ട് നിയമിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല ഉത്തരവ് ഡോക്ടർ രാജേന്ദ്രൻ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഡിസംബർ 9 സ്ഥലംമാറ്റ ഉത്തരവിന്റെ തൽസ്ഥിതി എന്താണോ അത് തുടരാനായിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 1 മാസത്തേക്ക് ഈ തൽസ്ഥിതി തുടരണമെന്നും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വാദം ഹൈക്കോടതി 1 മാസത്തിന് ശേഷം വിശദമായിട്ട് തന്നെ കേൾക്കും. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രശ്നപരിഹാരം കൃത്യമായിട്ട് നടപ്പാക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ദേവിക. ശരി രേഷ്മ.